വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇലക്ഷൻ അടുത്തടുത്ത് വരികയാണ്. ഇലക്ഷനിൽ BJP ഒരു അക്കൗണ്ട് പോലും തുറക്കില്ല എന്നാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. അത് അവർ പറയുന്നത് സർവേ ഫലങ്ങളാണ് അവർ പുറത്ത് വിടുന്നത്. നമ്മൾ ഇന്നലെ ആ സർവേ ഫലങ്ങളെ കുറിച്ച് വിശദമായിട്ടൊരു ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ BJP ഇലക്ഷന് ഒരു അക്കൗണ്ട് പോലും തുറക്കാത്ത രീതിയിൽ നിയമമാണ് BJPയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം എന്ന് പറയുന്നത്. ഒരു MLA നേമത്ത് BJPക്ക് ഉണ്ടായിരുന്നു, O രാജഗോപാലായിരുന്നു. അതിനുശേഷം നേമത്ത് ക്രോസ് വോട്ട് ചെയ്ത് BJPയെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുമ്മനം രാജശേഖരനായിരുന്നു ജയിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ SDP-യുടെ 10,000 വോട്ടുകൾ ഞങ്ങൾ അത് വി ശിവൻകുട്ടിക്ക് ചെയ്തു എന്ന് കൃത്യമായി അവർ പച്ച വെളിച്ചത്തിൽ വന്ന് പറഞ്ഞ ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം പല ഭാഗത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഇപ്പോൾ തന്നെ കാണുകയാണ്. അതിനൊരു പ്രതിരോധ നടപടിയും BJP എടുക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. BJPക്ക് എത്ര സീറ്റുകൾ, എത്ര സ്ഥലങ്ങളിൽ, മണ്ഡലങ്ങളിൽ BJPക്ക് ശക്തമായിട്ടുള്ള വോട്ട് നിലയുണ്ട് എന്നറിയാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സന്ദീപ് വാര്യരുടെ ഒരു വാർത്ത കണ്ടു. സന്ദീപ് വാര്യര് തവനൂരിൽ നിന്ന് മത്സരിക്കണമെന്നാണ് സന്ദീപ് വാര്യരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. തവനൂരാണെങ്കിൽ മുസ്ലിം ലീഗിന് വളരെ ഹോൾഡുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഈ വലിയ രീതിയിൽ അവരെ പ്രീണിപ്പിച്ച് നടക്കുന്നത്. അത് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് രാഷ്ട്രീയം അദ്ദേഹത്തിന് ഒരു പ്രൊഫഷനാണ്, അദ്ദേഹത്തിന് ഒരു സേവനമല്ല. അപ്പോ അങ്ങനെ തവനൂർ എന്ന് പറഞ്ഞ മണ്ഡലം ഞാൻ എടുത്ത് പരിശോധിച്ചപ്പോൾ 2021 അവിടെ KT ജലീൽ മത്സരിക്കുമ്പോൾ അവിടെ KT ജലീലിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നുള്ളത് നമ്മുടെ നന്മമരം ഫിറോസ് കുന്നുംപറമ്പിൽ KT ജലീലിനെതിരെ അവിടെ പരാജയപ്പെട്ടത് വെറും 7,000 വോട്ടുകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ ഞാൻ നോക്കി നമ്മുടെ BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്ന് നോക്കിയപ്പോൾ BDJS ആണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. BDJSന് 9,000 വോട്ടുകൾ മാത്രമാണ് അവിടെ സമാഹരിക്കാൻ സാധിച്ചത്. പക്ഷെ 2016 നോക്കുമ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. 16,000-അടുത്ത് വോട്ടുകൾ അവിടെ സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ വോട്ടുകൾ, നമ്മുടെ വോട്ടുകൾ എങ്ങോട്ടേക്ക്, നമ്മൾ എന്തായാലും അവിടെ ജയിക്കില്ല, വോട്ടുകൾ എങ്ങോട്ടെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിച്ചാൽ മതി എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അപ്പോ അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇവിടെ തുറന്നു പറയാൻ BJP എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്തവണ BJP പ്രതീക്ഷ വച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ, അത് നമ്മൾ ഏത് മണ്ഡലങ്ങളാണ് വിലയിരുത്തുന്നത് എന്നറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷയുണ്ട്. ഇപ്പൊ BJP ഇപ്പൊ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ 32 മണ്ഡലങ്ങളാണ് BJP A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് ഇപ്പോൾ കണക്കിലെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 12 മണ്ഡലങ്ങൾ BJP വിജയ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഒരു 9 മണ്ഡലങ്ങൾ ഷുവറായിട്ട് ജയിക്കും, 9 അല്ലെങ്കിൽ ഒരു 6 ജയിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ തിരുവനന്തപുരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നിവ പ്രധാന പോരാട്ട വേദികളായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ മഞ്ചേശ്വരമുണ്ട്. പിന്നെ നമ്മൾ ഈ സുരേന്ദ്രൻ നേരത്തെ നിന്ന് വോട്ട് വർദ്ധിപ്പിച്ച സ്ഥലങ്ങൾ, ഇപ്പൊ അമ്പലപ്പുഴയല്ല, നമ്മുടെ ഇവിടെ ആയിരുന്നാലും, ആലപ്പുഴ ആയിരുന്നാലും അരൂരുണ്ട്, കായംകുളമുണ്ട്. പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിൽ പല മണ്ഡലങ്ങളിൽ BJPക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. അവിടെയൊക്കെ നല്ല കാൻഡിഡേറ്റ്സ് നിർത്തിക്കഴിഞ്ഞു. ഇപ്പൊ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രൻ അവിടെ ജയസാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമ്മുടെ സർവേകൾ ജയസാധ്യത കൊടുക്കുന്നില്ല ശോഭാ സുരേന്ദ്രന്. സ്വാഭാവികമായിട്ടും അത് BJPക്കുള്ളിലെ ആത്മവീര്യം കെടുത്താനാണ് എന്നുള്ള ഒരു വാദം അപ്പുറത്ത് നിൽപ്പുണ്ട്. എന്നാലും അതവിടെ നിന്നോട്ടെ. മഞ്ചേശ്വരത്ത് നമ്മുടെ സുരേന്ദ്രൻ നിൽക്കുകയാണ്. അപ്പൊ സുരേന്ദ്രൻ നിൽക്കുമ്പോൾ CPM ഇപ്പം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ക്രോസ് വോട്ടിംഗ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ലീഗിന് അവിടെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് ഈ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് CPM പറയുകയാണ്. അപ്പോൾ BJPക്ക് ഇപ്പോ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് യഥാർത്ഥത്തിൽ നിലവിൽ റിയാലിറ്റിയിൽ, നമ്മൾ ഫാന്റസി അല്ല പറയുന്നത്, റിയാലിറ്റിയിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ്, എത്ര മണ്ഡലങ്ങളാണ് BJPക്ക് വിജയ സാധ്യതയുള്ളത്? വിജയിക്കുമെന്ന് പറയുന്നില്ല, വിജയ സാധ്യതയുള്ളത്. നിലവിലൊരു 6-7 മണ്ഡലങ്ങളിൽ നല്ല സാധ്യത തന്നെയാണ്. കാരണം ഇത്തവണ BJP, ഞാനിപ്പോ ഇത് 6ാമത്തെ ഒരു തെരഞ്ഞെടുപ്പാണ്, 6ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിനിടയ്ക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ BJP കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അതെനിക്കൊന്ന് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നത്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ശ്രദ്ധിക്കാതിരുന്ന ഒരു മേഖലയാണ് BJPക്കാര്. വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കില്ലായിരുന്നു ഇവര്. ഇലക്ഷന്റെ തലേ ദിവസം കൈ കിട്ടുന്ന വോട്ടേഴ്സ് ലിസ്റ്റും കൊണ്ട് ബൂത്തിലേക്ക് ഓടുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അതല്ല. ഇപ്രാവശ്യം ഇവർ കൃത്യമായി തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുകയും ഈ SIR-നകത്ത് ഇവർ സജീവമായി പങ്കെടുക്കുകയും ഈ ഡബിളിംഗ് വോട്ടുകള്, മരിച്ച വോട്ടുകള്, ഒപ്പം തന്നെ മറ്റു വോട്ടുകളൊക്കെ കൃത്യമായി നീക്കം ചെയ്യും. പല മണ്ഡലങ്ങളിലും, എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ പറയുന്നില്ല, പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും അവര് നീക്കം ചെയ്യുകയുണ്ടായി. അതിനകത്താണ്, അതായത് ബൂത്ത് ഒരുക്കൽ എന്ന് പറഞ്ഞൊരു കാര്യം, അതായത് BJPയുടെ ഒരു അടിസ്ഥാനപരമായ സിസ്റ്റം, അത് ശ്രീ അമിത്ഷായാണ്
ആദ്യമായിട്ട് BJP-യിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ബൂത്ത് ശക്തമായ ബാക്കിയെല്ലാം ശക്തമായി എന്നൊരു ഒരു മെസ്സേജാണ് അത് കൊടുക്കുന്നത്. അപ്പൊ ബൂത്തിനെ കുറിച്ച് കാണാപ്പാടമായിരിക്കണം, അത് ക്ലിയർ ആയിട്ട് പോകണം. ബൂത്ത് പിടിച്ചാൽ നമ്മൾ രാജ്യം പിടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ആ രീതിയിലാണ് ഇത്തവണ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അത് പ്രകാരം ഏറ്റവും കൂടുതൽ SIR-ൽ നിന്ന് ആളുകൾ പുറത്തായ ഒരു ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. നേമത്ത് മാത്രം ഏതാണ്ട് 40,000-അടുത്ത ആൾക്കാർ SIR-ൽ കൂടെ പുറത്തായിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലിലും ഏതാണ്ട് 30,000-ലധികം പേര് ഈ SIR-ൽ കൂടെ പുറത്തായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള 30,000-നും 40,000-നും ഇടയ്ക്ക് ഉള്ള ആളുകളാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് പലപ്പോഴും പോയിട്ടുള്ളത്. അത് എളുപ്പമാണ്. കാരണം വെച്ചാൽ ഈ പിന്നെ സർക്കാർ ജോലിക്കും മറ്റുമായിട്ട് തിരുവനന്തപുരത്ത് വരികയും അവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുകയും ചെയ്തിട്ടുള്ളവരുണ്ട്. പിന്നെ അവർ ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെയും ആ പേര് അതിൽ കാണും. പിന്നെ അത് വേറെ ആരെങ്കിലും വന്ന് വോട്ട് ചെയ്യുന്നൊരു രീതി മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് വ്യാജ വോട്ട് നടക്കുക, ഇല്ലെങ്കിൽ ഡബിളിംഗ് വോട്ടുകൾ വലിയ പാടാണ്. ഡബിളിംഗ് വോട്ടുകളാണ് കഴിഞ്ഞ തവണ നേമത്ത് BJP-ക്ക് ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞ SDP പരസ്യമായി പറഞ്ഞപ്പോ ഈ SDP-യുടെ ബാക്കി വോട്ട് എങ്ങോട്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാല് ഈ SDP-യുടെ സ്ട്രോങ് ഉള്ള ഏരിയ കുറെ ഭാഗം നേമത്ത് കയറി കിടപ്പുണ്ട്. അവരവിടെ അതേപോലെ തന്നെ ഇവിടെയും വോട്ട് ചെയ്തു. അതാണ് ആ ഒരു സ്ഥലത്ത് സംഭവിച്ചത്. അങ്ങനെ പക്ഷെ എന്നിട്ട് പോലും വലിയൊരു മാർജിനിൽ ശിവൻകുട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരനാണ് മത്സരിച്ചത്. എന്നിട്ട് പക്ഷെ ഇത്തവണ അതിനേക്കാൾ കുറച്ചുകൂടെ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഇപ്രാവശ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയ ഭൂരിപക്ഷം, 1ാം സ്ഥാനത്ത് എത്തിയത് വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലം നേമമാണ്. ഇതിനു മുമ്പ് രാജഗോപാല് ജയിച്ചേറിയ സ്ഥലം നേമമാണ്. നേമം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇപ്പൊ ഒരു വേറൊരു സംശയം ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസ് ഒരു ക്രോസ് വോട്ടിംഗ് സാധ്യതകൾ ഉണ്ടോ എന്നറിയില്ല. കാരണം ഇപ്പോൾ അവർ കോൺഗ്രസ്സുകാർ അവരുടെ യുവ നേതാവ് വൈഷ്ണവ എന്ന് പറയുന്ന കുട്ടി, മീൻസ് കുട്ടിയല്ല, യുവ നേതാവ്, ഇപ്പൊ നമ്മൾ കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ജയിച്ച കോൺഗ്രസിന്റെ നേതാവ്, ആ നേതാവിനെയാണ് നേമത്തേക്ക് അവർ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടിരുന്നത്. ഇത് വോട്ട് കുറയ്ക്കാനാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം കെ മുരളീധരനെ വരെ ഇറക്കി വലിയ മത്സരം കാഴ്ചവെച്ചിട്ടുള്ള കോൺഗ്രസ് ഇത്തവണ അവിടെ തികച്ചും ഒരു പുതുമുഖത്തെ രാജീവ് ചന്ദ്രശേഖർ പോലെ ഇല്ലെങ്കിൽ ശിവൻകുട്ടി പോലെ ഉള്ള 2 അധികായകന്മാർ മത്സരിക്കുന്ന വേദിയിലേക്ക് തള്ളിവിടുമ്പോൾ അവർക്ക് അവിടെ 3ാം സ്ഥാനം മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്. അവിടെ കുറച്ച് വോട്ടുകൾ മാത്രമേ ഉള്ളൂ. 10,000-20,000 വോട്ട് മുരളീധരൻ നിന്നപ്പോൾ 20,000 വോട്ടാണ് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് ചിലപ്പോൾ 10,000 വോട്ടായിട്ട് മാറിയാലും കുഴപ്പമില്ല. ബാക്കിയുള്ള വോട്ടുകൾ CPM-ന് മറിച്ചു കൊടുത്തുകൊണ്ട് CPM-നെ ജയിപ്പിക്കുക എന്ന തന്ത്രം ഒരുപക്ഷെ അവിടെ അവർ പയറ്റിയേക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് BJP അവിടെ അതിനെ അതിജീവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇപ്രാവശ്യത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അവർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ പാറ്റേൺ വോട്ടിങ്ങിൽ നിലനിർത്താൻ പറ്റി. അതാണ് ശ്രദ്ധേയമായ കാര്യം. അവിടെ ഒന്നും അവർ പിന്നിൽ പോയില്ല. നേമത്തടക്കം അവര് വലിയ രീതിയിൽ തന്നെ വിജയിച്ച് കയറുന്ന ഒരു കാര്യം, വലിയ മാർജിനിൽ തന്നെയാണ് അവിടെ കോർപ്പറേഷൻ കൗൺസിലേഴ്സ് ഒക്കെ വിജയിച്ച് കയറിയത്. അപ്പൊ പിന്നെ അവര് അതല്ല വളരെ കാലമായിട്ട് എനിക്ക് തോന്നുന്നു കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടതിന് ശേഷം BJP-ക്കാർ അവിടെ തിരിച്ചു പോയില്ല. അവർ വളരെ സജീവമായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒരു മണ്ഡലമാണ് നേമം. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് നേമത്ത്. അട്ടിമറികൾ ഒന്നും നടക്കാനുള്ള സാധ്യത നിലവിൽ ഇല്ല. ഇനിയിപ്പോ ക്രോസ് വോട്ടിംഗ് നടന്നാലും അവിടെ CPM-ന് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യാനേ കഴിയൂ, അല്ലാതെ കോൺഗ്രസിന് വേണ്ടി CPM-ന് വോട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് ഒന്നാമത്തെ ഒരു മണ്ഡലം. പിന്നെ ഉള്ളത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് കാലാകാലങ്ങളിലായി BJP വോട്ട് വർദ്ധിപ്പിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവില് BJP ജയിക്കും എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ നല്ലൊരു പോരാട്ടം തന്നെയാണ്. കാരണം അവിടെ കെ മുരളീധരനാണ് മത്സരിക്കുന്നത്. കെ മുരളീധരൻ അത്യാവശ്യം ഹോൾഡുള്ള ഒരു ഏരിയയാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചിരുന്ന മണ്ഡലമാണ്. ഒരുപാട് കാര്യങ്ങൾ ആ മണ്ഡലത്തിന് ചെയ്ത് കഴിഞ്ഞ തവണയല്ല, അതിന് മുൻപ് തവണ ജയിച്ചിരുന്നതാണ്. ഒരുപാട് വികസനങ്ങൾ അദ്ദേഹത്തിന് രീതിയിൽ കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞിരുന്ന ഒരു മണ്ഡലം കൂടിയാണത്. അപ്പോൾ വലിയ സാധ്യതകൾ തന്നെയാണ്. പക്ഷെ അവിടെ അവർ BJP നിർത്തുന്ന സ്ഥാനം ശ്രീലേഖ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ പറ്റും. അത് എത്രത്തോളം മുൻപോട്ട് പോകുമെന്ന് അറിയില്ല. പിന്നെ മൂന്നാമത് അവിടെ നിൽക്കുന്ന LDF-ന്റെ സ്ഥാനാർത്ഥി അത്ര മോശമല്ല. ശ്രീ മുൻ മേയർ പ്രശാന്ത് അത്ര മോശമായ ഒരു സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹവും നല്ല ഇപ്പൊ നിലവിൽ അവിടെ ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി എന്നാണ് കേൾക്കുന്നത്. കെ മുരളീധരൻ പോലും പുള്ളിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവ് ഒരു നല്ല ഫൈറ്റിനുള്ള സാധ്യതയുള്ളൂ. അവിടെ ഞാൻ ഒരു BJP-ക്ക് ഒരു ജയസാധ്യത കാണുന്നില്ല ഞാൻ അവിടെ. പിന്നെ മൂന്നാമത്തെ ഒരു സ്ഥലം സാധ്യത കാണുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇലക്ഷന് മുന്നോടിയായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇതിനകത്ത് ട്വിസ്റ്റുകൾ അനവധി വരാം. ഇന്നിപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇലക്ഷൻ ട്രെൻഡ് അല്ല ഇന്നിപ്പോ നമ്മൾ ചാനൽ തുറന്നാൽ കാണുന്ന CPM വേഴ്സസ് BJP എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്നലെ വരെ കോൺഗ്രസ് വേഴ്സസ് CPM ആയിരുന്നു. കാരണം കോൺഗ്രസും CPM-ഉം നേർക്കുനേർ നിന്ന് പോരാടുന്ന വാക്കുകൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും പോരാടുന്നതാണെങ്കിൽ ഇന്നത് മാറിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ ട്രെൻഡ് മാറ്റാൻ BJP-ക്ക് പെട്ടെന്ന് കഴിഞ്ഞു. ഒപ്പം തന്നെ മുഹമ്മദ് റിയാസിനെ
ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് CPM ഇടഞ്ഞു നിൽക്കുന്നു. അവർ സമാന്തരമായിട്ട് ഉദ്ഘാടനം നടത്തുന്നു. അങ്ങനെ ഇതിപ്പോ പോരാട്ടം CPM വേഴ്സസ് BJP ആക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രെൻഡുകൾ മാറി മറിയാം. ഞാൻ അതിന് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. ട്രെൻഡുകൾ ഈ 30 ദിവസം 35 ദിവസം ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. അതിനിടയ്ക്ക് ട്രെൻഡുകൾ മാറി മറിയാം. പിന്നെ കഴക്കൂട്ടത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് ശ്രീ വി മുരളീധരൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് അവിടെ നിൽക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനാണ്, അത്ര നിസ്സാരനല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അവിടൊക്കെ കടന്നു കയറുക. അതുപോലെ തന്നെ വി മുരളീധരനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് BJP കേരളത്തിൽ നേട്ടമുണ്ടാക്കിയത്. ഓ രാജഗോപാൽ പോലും ജയിച്ച സമയം എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ കേരളം മുമ്പോട്ട് പോകുമ്പോഴായിരുന്നു, BJP മുൻപോട്ട് പോകുമ്പോഴായിരുന്നു. ഏതായാലും അദ്ദേഹമാണ് അവിടെ ഈ മത്സരിക്കുന്നത്. അത് അദ്ദേഹത്തിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കുമ്പോഴും വലിയ രീതിയിൽ തന്നെ അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ വലിയ കാരണം ഈ തിരുവനന്തപുരത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധനുഷ്, അവിടെ ഈ കോർപ്പറേഷൻ BJP പിടിച്ചതോടുകൂടി ജനത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇവര് തോക്കുന്ന പാർട്ടിയല്ല, ജയിക്കുന്ന പാർട്ടിയാണ്. BJP പല സ്ഥലങ്ങളിലും തോക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവരെക്കാൾ ഭേദം BJP ആണ്, പക്ഷെ BJP ജയിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാത്തതെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ മാനസികമായിട്ട് ഇവർ ജയിക്കില്ല എന്നൊരു തോന്നൽ ജനത്തിനുണ്ട്. പക്ഷെ ഈ കോർപ്പറേഷൻ ഭരണം തിരുവനന്തപുരത്ത് BJP പിടിച്ചതോടുകൂടി തിരുവനന്തപുരം ജില്ലയിൽ ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. അത്യാവശ്യം പണിയെടുത്താൽ ജയിക്കാൻ പറ്റും എന്നൊരു ധാരണ പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ മനസ്സിലെ ഒരു ചിന്താഗതിയാണല്ലോ മാറ്റേണ്ടത്. ഇവർക്ക് ചെയ്ത ജനത്തിന്റെ എപ്പോഴും ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ചെയ്യുന്നവർ ജയിക്കണമെന്നാണ്. അവരെന്ത് പാർട്ടിയാണെന്നുള്ളതല്ല, ഇവിടെ ജയിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്തിട്ട് വരുന്നവരടുത്ത് നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്ത്, ജയിക്കുന്ന പാർട്ടിക്കാ വോട്ട് ചെയ്തതെന്ന് പറയും. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. അപ്പൊ അത് തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അതെ, ആരാ ജയിച്ചത്, ഞാൻ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്തു. ജയിച്ചു കഴിയുമ്പോൾ പറയും ഞാൻ ചെയ്തവർക്കാ ജയിച്ചതെന്ന് പറയും. കാരണം ഇവർക്ക് ഈ തോൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ ഒരു ഇതില്ല. കാരണം കാലാകാലങ്ങളിൽ ഈ അരിവാൾ ചുറ്റിക്കും കൈപ്പത്തിക്കും ചെയ്ത് ശീലിച്ചവരുമാണ് ഇവര്. പിന്നെ പാർട്ടിയുടെ കോർ വോട്ടേഴ്സ് ഉണ്ട്, അവർ ഏത് പ്രതിസന്ധിയിലും മാറില്ല, എപ്പോഴും ആ ഒരു ചിഹ്നത്തിൽ മാത്രമേ വോട്ട് ചെയ്ത് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ BJP കോർപ്പറേഷൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ ചിന്താഗതി ജനത്തിന്റെ മാറി, സാധാരണ ജനത്തിന്റെ ചിന്താഗതി മാറിയിട്ടുണ്ട്. ഇവർ ജയിക്കും എന്നുള്ളത്. അത് മാത്രവുമല്ല, BJP ഇപ്പോൾ ജയിക്കാൻ തക്ക ശക്തിയുണ്ട് ചിലയിടങ്ങളിൽ നിന്ന് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അത് ഒരു വലിയ ജയസാധ്യതയുള്ള മണ്ഡലമാണ്. പിന്നെ ഉള്ളത് ചാത്തന്നൂരാണ്. ചാത്തന്നൂർ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലമാണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല. BB ഗോപകുമാർ ആയിരുന്നു അവിടെ മുൻപ് നിന്നത്. അദ്ദേഹത്തിന് വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആശാനാഥ് മത്സരിക്കുന്നു എന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. അത് വരികയാണെങ്കിലും വലിയ രീതിയിൽ അവർക്ക് അവിടെ വോട്ട് ചിറയൻകീഴ് മത്സരിക്കുന്നു. അപ്പം ഈ അവരുടെ തിരുവനന്തപുരത്തെ പാറ്റേൺ ശ്രദ്ധിച്ചാല് രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, ആശാനാഥ്, ശ്രീലേഖ, PK കൃഷ്ണദാസ്, ഇങ്ങനെ സ്റ്റാർ ആയിട്ടുള്ള അവരുടെ ലീഡേഴ്സ് മത്സരിക്കുന്നു. ഈ സ്റ്റാർ ലീഡേഴ്സ് മത്സരിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ഒരു ഓളം സൃഷ്ടിക്കുവാനും ഒരു തരംഗം സൃഷ്ടിക്കുവാനും അത് ഇടയാക്കും. അപ്പം ആ രീതിയിൽ തിരുവനന്തപുരം അവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കൊല്ലത്തേക്ക് വന്നാൽ അങ്ങനെ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ കഴിയില്ല. പിന്നുള്ളത് പത്തനംതിട്ടയിലും വോട്ട് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ നിൽക്കുന്നത്. ആലപ്പുഴയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് അറിയില്ല. കാരണം ആലപ്പുഴയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഈ കായംകുളം, അതുപോലെ തന്നെ അരൂര് തുടങ്ങിയ ഇപ്പൊ അമ്പലപ്പുഴയൊക്കെ അവർ A ക്ലാസ് മണ്ഡലത്തിൽ പെടുത്തിയിട്ടുണ്ട്. വോട്ട് പല രീതിയിൽ കാലാകാലങ്ങളെ വർദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ ഇതുവരെ അങ്ങനെ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. കാരണം ഇവിടെ വേറൊരു വലിയൊരു ട്വിസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ശ്രീ G സുധാകരൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമോ ഇല്ല എന്നാണ് ഇപ്പൊ കോൺഗ്രസ് പോലും ഉറ്റുനോക്കുന്നത്. അങ്ങനെ G സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥി നിർത്തില്ല. അങ്ങനെ ഒരു വലിയ ട്വിസ്റ്റ് ഇവിടെ സംഭവിക്കുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇത് എല്ലായിടത്തുമുണ്ട് ഈ വിഷയങ്ങളും. അപ്പൊ ആലപ്പുഴയിലും ഈ ഇത്തരത്തിൽ തന്നെ വലിയ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. കായംകുളമൊക്കെ ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് ആ ഒരു വോട്ടിംഗ് പാറ്റേൺ കയറിപ്പോയതാണ്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിലനിർത്താൻ കഴിയുമെന്ന് അറിയില്ല. കുട്ടനാടും കായംകുളമൊക്കെ BDJSന് സീറ്റ് കൊടുക്കാനാണ് തുഷാർ മത്സരിക്കുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. BJP ആവശ്യപ്പെടുന്നത് തുഷാറിനെ മത്സരിക്കാനാണ്. ഇത്തവണ ഒരു UDF തരംഗം ഉണ്ടാകുമെന്നാണ് UDFകാർ പറയുന്നത്. നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ പോലും, നമ്മുടെ നാട്ടിലെ നിഷ്പക്ഷ നിരീക്ഷകർ പോലും അത് തള്ളിക്കളയുന്നില്ല. UDFന് ഒരു തരംഗം ഉണ്ടായേക്കാം എന്നവർ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ എൻ്റെ ചോദ്യം, ഈ ആശാനാഥിന്റെ മണ്ഡലം നമുക്കെടുക്കാം, ചിറയൻകീഴ് മണ്ഡലം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കഴക്കൂട്ടം എടുക്കാം. ഈ കഴക്കൂട്ടം മണ്ഡലവും ചിറയൻകീഴ് മണ്ഡലവും ഒക്കെ കോൺഗ്രസിന് കൂടെ നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. 2011 INC ജയിച്ച മണ്ഡലമാണ് കഴക്കൂട്ടം.
അതിനുശേഷമാണ് അവിടെ ഇവർ വരുന്നത്, കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുന്നത് 2016. അപ്പോ ഇപ്പോ ചിറയൻകീഴ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ CPI ആണ് വിജയിച്ച് നിൽക്കുന്നത്, INC രണ്ടാമത്, BJP മൂന്നാമത്. BJPക്ക് അവിടെ 30,986 വോട്ടുണ്ട് ചിറയൻകീഴ് മണ്ഡലത്തിൽ. ആശാനാഥിന് വലിയ വളർച്ച തന്നെയാണ്, സമ്മതിക്കുന്നു. INCക്ക് അവിടെ 48,617 വോട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള. അതായത് മൂന്നാം സ്ഥാനത്തുള്ള BJPയെക്കാട്ടിലും 18,000 വോട്ട് കൂടുതൽ INCക്കുണ്ട്. ഇനി അവിടെ ജയിച്ച CPIക്ക് 62,000 വോട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള ഈ INCയെക്കാട്ടിലും വെറും 14,000 വോട്ട് മാത്രമേ ഇവർക്ക് കൂടുതലുള്ളൂ CPIക്ക് ചിറയൻകീഴ് മണ്ഡലത്തിൽ. അപ്പോൾ ഇത്തവണ ഒരു UDF വേവ് ആണ് വരാൻ സാധ്യതയുള്ളെങ്കിൽ ചിറയൻകീഴ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ട് ഈ വെറും 14,000 വോട്ട് മാത്രം ഭൂരിപക്ഷമുള്ള CPIയെ പരാജയപ്പെടുത്തി INC ഫ്രണ്ടിലേക്ക് വരാനുള്ള സാധ്യതയില്ലേ എന്ന് പറഞ്ഞാൽ INC ഫ്രണ്ടിലേക്ക് വരാനുള്ള സാധ്യത മുമ്പിലേക്കില്ല. അതായത് കോൺഗ്രസിന് ശക്തമായിട്ടുള്ള, കോൺഗ്രസ് ഒരു തവണയെങ്കിലും ജയിച്ച മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഒരു UDF സുനാമി ഉണ്ടാവുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയില്ല. ആശാനാഥ് അവിടെ ജയിക്കണമെങ്കിൽ 30,986 വോട്ട് പിടിച്ച ആശാനാഥ് അവിടെ ജയിക്കണമെങ്കിൽ 48,617 വോട്ട് പിടിച്ച കോൺഗ്രസിനെയും 62,634 വോട്ടുള്ള CPIയെക്കാട്ടിലും മുന്നിലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ ആശാനാഥ് അവിടെ ജയിക്കണമെങ്കിൽ CPIയിലോ INCയിലോ വോട്ടുകൾ സ്പ്ലിറ്റായി BJPയിലേക്ക് വരണം എന്നുള്ളതാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു UDF തരംഗമാണ് വരികയാണെങ്കിൽ ഇപ്പം നാട്ടുകാർ വിചാരിക്കുകയാണ് എന്തായാലും CPM പോലെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, തവണ കോൺഗ്രസ് ജയിക്കട്ടെ എന്നവർ വിചാരിക്കുകയാണെങ്കിൽ ഇവർ ഫ്രണ്ടിലേക്ക് വരാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ പല മണ്ഡലങ്ങളിലും സംഭവിച്ചാൽ BJPക്ക് ഒരു വളർച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉടലെടുക്കില്ലേ? ഇല്ല, ചിറയൻകീഴിലെ കാര്യം നമുക്ക് ഉദാഹരണം എടുക്കാം. BJPയും കോൺഗ്രസും തമ്മിൽ എത്ര വോട്ടിന് വ്യത്യാസമുണ്ട്? BJPയും കോൺഗ്രസും തമ്മിൽ 18,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അതിന്റെ 9,000 വോട്ട് കൂട്ടിയാൽ മതി. കാരണം 18ന്റെ പകുതി 9ആണ്. 9,001 വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്കല്ലേ പോകുന്നത്. ആശാനാഥ് കോൺഗ്രസിന്റെ ഈ ഭൂരിപക്ഷമുള്ള ആശാനാഥും കോൺഗ്രസുമായിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണല്ലോ. അതിന്റെ നേർപകുതി 9,001 വോട്ട് കൂടി ആശാനാഥിന് കൂടുതൽ കിട്ടിയാൽ സ്വാഭാവികമായി കോൺഗ്രസ് 3ലേക്കല്ലേ പോകുന്നത്. രണ്ടാം സ്ഥാനത്തേക്ക് ആശാനാഥ് പോകുന്നത്. അത് അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് അങ്ങനെ 3ലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇപ്പോൾ ഒരു UDF സുനാമി വരികയാണെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുകയാണ് എന്തായാലും UDF അധികാരത്തിൽ വരും, അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു കോൺഗ്രസ്സുകാരനെ വിജയിപ്പിച്ചേക്കാം എന്ന് ജനങ്ങൾക്ക് അങ്ങനെ അതൊരു സൈക്കോളജി അല്ലേ? ജനങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വരില്ലേ? ഇവര് ജയിക്കില്ല, അപ്പൊ നമുക്ക് നിർത്തിയേക്കാം. ഇല്ല, അത് അങ്ങനെ ഒരു സാധ്യതകൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നില്ല. അങ്ങനെ ഒരു സുനാമി എന്നൊരു സാധനം കാണുന്നില്ല. അങ്ങനെ ഒരു സുനാമി വരണമെന്നുണ്ടായിരുന്നെങ്കിൽ സാധാരണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 6 മാസത്തെ കഷ്ടിച്ച് വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പൊ ഏകദേശം ഒരു സെയിം ട്രെൻഡ് ആയിരിക്കും വരുന്നത്. അങ്ങനെ അവർക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് അതിന്റെ ഒരു അലയൊലികൾ കണ്ടേനെ. ഒന്നുകിൽ ഭരണകക്ഷിയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ അവർ വിജയിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ തലസ്ഥാന നഗരിയിൽ കാണുന്നത്. അതിനെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് BJP വരണമെന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളിലായിട്ട് അവിടുത്തെ ജനത്തിന് തോന്നിയ ഒരു വികാരമാണ് ആ കോർപ്പറേഷൻ പ്രതികരിച്ചത്. ഇതേ വികാരം വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ചിറയൻകീഴിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ 9,000 അതായത് 39,000 അല്ലെങ്കിൽ 40,000 വോട്ട് പിടിച്ചാൽ കോൺഗ്രസ് ചിറയൻകീഴിൽ മൂന്നാമത് പോകും. കോൺഗ്രസും ജയിച്ച സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരുന്നു? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പാറ്റേണൊക്കെ മാറിയിട്ടുണ്ട്. എത്രയായിരുന്നു? 7,000 അല്ലേ? കോൺഗ്രസും അല്ലല്ല 14,000 വോട്ട് മാത്രം. 14,000 അതിന്റെ പകുതി എടുക്കും. 7,000 വോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തുള്ള CPM പരാജയപ്പെടും. അതായത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആശാനാഥ് ഒരു 47,000 CPI 47,000 50,000 വോട്ട് പിടിച്ചാൽ മാത്രം മതി. ഈ 30,000 50,000 ആക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പക്ഷെ ഈ 30,000 60,000 ആക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇപ്പോഴത്തെ അവിടുത്തെ ട്രെൻഡ് ഇതിന് ശേഷം അത് 2016 നടന്ന തെരഞ്ഞെടുപ്പാണ്. 2020 നടന്ന തെരഞ്ഞെടുപ്പ്, 2021 നടന്ന തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പാറ്റേൺ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. വോട്ടിംഗിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും വലിയ രീതിയിൽ തന്നെ മാറ്റം അവിടെ പ്രകടമായി വന്നിട്ടുണ്ട്. അതായത് ആ പ്രകടമായ മാറ്റം അവർക്കൊരു വലിയ ഓളം സൃഷ്ടിക്കാൻ പറ്റിയ കുറഞ്ഞത് 2ാം സ്ഥാനത്തെങ്കിലും അവർക്ക് അവിടെ എത്താൻ പറ്റും, എത്തിയില്ലെങ്കിൽ പോലും. അതായത് കേവലം ഒരു 10,000 വോട്ട്, ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ 50,000 വോട്ടിന്റെ സ്ഥാനത്ത് നേരെ ഒരു 10,000 12,000 വോട്ടുകൂടെ അവർക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയ കൃത്യമായി തന്നെ 2ാം സ്ഥാനത്ത് അവർക്ക് എത്താൻ കഴിയും. അതാണ് അതിന്റെ ഒരു രീതിയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇത് ഈ പകുതി എടുത്താൽ മതി. കാരണം 10,000 വോട്ട് ഭൂരിപക്ഷം എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ നേരെ പകുതി 5,000. അതായത് ആ 10,000 വോട്ടിന്റെ പകുതി ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം മറ്റേയാൾക്ക് ഇല്ലല്ലോ സ്വാഭാവികമായിട്ട്.
നമ്മൾ 5000 ഞാൻ പിടിച്ചാൽ ഈക്വലായി, 5001 പിടിച്ചാൽ ഞാൻ മുകളിലായി. ഇതാണ് എന്റെ തിയറി. ഇതിനിപ്പോ വരുമ്പോഴത്തേനും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇപ്പൊ മഞ്ചേശ്വരത്ത് ഇന്നലെ തന്നെ CPM വലിയ പ്രശ്നമായി, പ്രതിഷേധ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടക്കുകയുണ്ടായി. അവിടെ ഈ പണ്ട് SDPIയുടെ ലാവണത്തിലുള്ള ഒരു നേതാവ് CPM-ലേക്ക് ഒരു 5 വർഷം മുമ്പ് വന്നിരുന്നു. അപ്പൊ ആ നേതാവിന് സീറ്റ് കൊടുക്കണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. അദ്ദേഹത്തിന് കൊടുത്തില്ല, വേറൊരു നേതാവിനാണ് കൊടുത്തത്. അതിനെതിരെ അവിടെ പ്രതിഷേധം വരുന്നുണ്ട്. അവിടെ CPM പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് BJP തോൽപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ ശ്രമിക്കുന്നു. പക്ഷെ ഇവിടെ CPM ചെയ്യുന്ന ഒരു വലിയ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടും മഞ്ചേശ്വരവുമാണ് അവർ BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും എന്ന് പറയുന്ന സ്ഥലങ്ങൾ. കാരണം ഇവിടെ രണ്ടിടത്തും CPM താരതമ്യേന വോട്ട് കുറവാണ്. ഈ 2 സ്ഥലത്തെ വോട്ടുകൾ അവർ കോൺഗ്രസിന് കൊടുക്കുമെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് സീറ്റ് എണ്ണം വർദ്ധിക്കും, CPM-ന് സീറ്റ് എണ്ണം കുറയുകയും ചെയ്യും. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഒരു ജീവൻ മരണ പോരാട്ടം, പഴയതുപോലെ അല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി തോക്കുന്നു ആ പാർട്ടിക്ക് തിരിച്ചു വരിക എന്നുള്ളത് അല്പം പ്രയാസകരമായ കാര്യമായിരിക്കും. പഴയ കാലമല്ല. അതായത് CPM ആണ് ഈ തെരഞ്ഞെടുപ്പിൽ അവര് വലിയ രീതിയിൽ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു തിരിച്ചുവരവ് അസാധ്യമായ ഒരു കാര്യമാണ് ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ വെച്ചിട്ട്. കാരണം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ കാലഹരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രത്യയശാസ്ത്രമായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ ഈ ഒരു ഗ്യാപ്പ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ BJP ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇപ്പോൾ ഈ CPM-നെതിരെ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു അമർഷം ഉണ്ട്. വലിയ രീതിയിൽ തന്നെ അണികൾക്കിടയിലും ഒക്കെ ഒരു വലിയ അമർഷമുണ്ട്. ഇതിൽ നിന്ന് ഇവരുടെ ആനുകൂല്യം കിട്ടുന്ന കുറച്ചുപേർ മാത്രമാണ് ഇവരെ എപ്പോഴും താങ്ങി നിർത്തുന്നത്. അണികൾക്ക് പഴയ ആ വികാരമില്ല, പാർട്ടി ഒരു ചിന്തയുമില്ല. അവര് ഒന്നാകെ ഒലിച്ചു പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇപ്പൊ CPM-നെതിരെ അവരുടെ നേതാക്കൾക്കൊന്നും വിമർശിക്കുന്നതിന് യാതൊരു മടിയുമില്ല. സത്യസന്ധരായ നേതാക്കളൊക്കെ CPM-മാരെ വിമർശിച്ച് രംഗത്തെത്തുന്നുമുണ്ട്. അപ്പൊ CPM-ന് ആ കെട്ടുമാടൊക്കെ മുറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അവരിവിടെ ക്രോസ് വോട്ടിംഗ് ചെയ്യുകയാണെങ്കിൽ CPM-ന്റെ അടിവേര് തന്നെ ആയിരിക്കും തുറക്കുന്നത്. ഇനി നേരെ കുറച്ച് കോൺഗ്രസ് CPM-നെ സഹായിക്കാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ ക്രോസ് വോട്ട് ചെയ്യുകയാണെന്ന് കരുതുക. അവിടെ നിലവിൽ കോൺഗ്രസുകാർക്ക് പോലും പ്രതീക്ഷയില്ല അവർ അപ്രമാദിത്യമായ ഒരു ലൈനിലേക്ക് വരുമെന്ന്. കാരണം അവർക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു അവർക്ക്, അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സ്ട്രോങ് ആയിട്ട് സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ മുതൽ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ലീഗിന്റെ പ്രശ്നം, RSPയുടെ പ്രശ്നം, അങ്ങനെ ഘടകകക്ഷികൾ എതിരായിട്ട് ഞെരുക്കി നാശമാക്കി മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ 5ാം മന്ത്രി എന്നല്ല, ചിലപ്പോൾ 6-7 മന്ത്രിയൊക്കെ ലീഗിന് കൊടുക്കേണ്ടതായി വരും. ആഭ്യന്തര മന്ത്രി സ്ഥാനം ചിലപ്പോൾ ലീഗ് കൊണ്ടുപോകാൻ വരും, ഇല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് ലീഗ് വരേണ്ടി വരും. അങ്ങനെ ആ ഒരു ക്രൈസിസ് ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസ് മാക്സിമം സീറ്റ് നേടുക എന്നുള്ളത്. ഇപ്പൊ നിലവിൽ കോൺഗ്രസും ലീഗും തമ്മിൽ 2-3 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഇതേ വ്യത്യാസമാണ് ഇവർക്ക് ഭരണത്തിലേക്ക് വരാൻ വേണ്ടി വരുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഞാൻ പക്ഷെ ഇവിടെ തൂക്കസഭയൊന്നും കാണുന്നില്ല. BJP ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടാകും. ഈ ക്രോസ് വോട്ടിനെ BJP അതിജീവിക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, BJPയുടെ ശത്രു എപ്പോഴും BJP-ക്കാർ തന്നെയാണ്. അതാണ് ഇതിനകത്ത് ക്രോസ് വോട്ടിങ്ങിന് അല്ല അവർ ഭയക്കേണ്ടത്. പകരം സ്വന്തം ആളുകളുടെ വോട്ടുകൾ കൃത്യമായി അവർക്ക് പെട്ടിയിലാക്കാൻ കഴിഞ്ഞാൽ മറ്റു വോട്ടുകൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവർക്ക് അത് ഒറ്റക്കെട്ടാണ് എന്നൊരു ധാരണ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ. ഇപ്പൊ ഇന്നലെ ഒരു വാർത്ത വന്നു, റിപ്പോർട്ടർ ചാനലിലും മറ്റുമാണ് ആ വാർത്ത ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ അത് വ്യാജ വാർത്ത തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ മഞ്ചേശ്വരത്ത് വലിയ അമർഷവുമായി അശ്വിനി രംഗത്തെത്തിയിരിക്കുന്നു. അശ്വിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജില്ലാ പ്രസിഡന്റ് ആണ്, കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുള്ളത്. വലിയ രസം എന്താണെന്ന് അറിയാം നിഷേധി. ഈ അശ്വിനിയുടെ രാഷ്ട്രീയ ഗുരു കെ സുരേന്ദ്രനാണ്. എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ പക്ഷത്ത് ഏറ്റവും കൂടുതൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഈ അശ്വിനി. അതായത് ഇത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയാൻ പാടില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അശ്വിനി സുരേന്ദ്രനെതിരെ വാളെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. ഇനി എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ഇനി വേറെ ഏതെങ്കിലും നേതാവിന് എതിരെ ഉണ്ടായാൽ പോലും സുരേന്ദ്രനെതിരെ അങ്ങനെ അവർ പറയുമെന്നോ പ്രസ്താവന ഇറക്കുമെന്നോ ഒന്നും പറഞ്ഞു. പക്ഷെ അവർ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഞാൻ അങ്ങനെ പറയുന്നു, ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വാർത്ത കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇത് കണക്കുള്ള ഇപ്പൊ തന്നെ കേരളത്തിലെ ഈ മാധ്യമങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ BJP-ക്കാർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ വലിയൊരു കോൺട്രവേഴ്സി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതായത് റിയാസിനെ ക്ഷണിച്ചില്ല എന്നുള്ളത്. അവരതിനെ സമർത്ഥമായിട്ടാണ് നേരിട്ടത്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ആ വാർത്തകൾ കാണുമായിരുന്നു. അവരുടെ സംസ്ഥാന പ്രസിഡന്റും അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷും ഒക്കെ പറഞ്ഞത് ഒറ്റ കാര്യം തന്നെയാണ് അവർ പറയുന്നത്. അതായത് അമ്മായിയച്ഛനും മരുമോനെയൊക്കെ ക്ഷണിക്കാൻ ഇത് വേറെ ചടങ്ങൊന്നുമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഈ വികസന ഉദ്ഘാടനമാണ്. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു ഇങ്ങനെ ആള് വരുമെന്നുള്ളത്. ആ ഒരു സാധനം നന്നായിട്ട് അവർക്ക് ഹുക്ക് ചെയ്യാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് കൊടുത്തിട്ട്, പക്ഷേ മരുമകനെ ക്ഷണിക്കണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇട്ടില്ല. ഇത് അവരുടെ എല്ലാ നേതാക്കളും ഒരുപോലെ പറയാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കോട്ടയത്ത് ഷോണും ഒക്കെ നല്ല മികച്ച പ്രവർത്തനം തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ ഈ 2020 വന്നതും വലിയ രീതിയിൽ ഇവർക്ക് കുന്നത്തനാടായാലും തൃപ്പൂണിത്തുറ ആയാലും ഒക്കെ അവർക്ക് വലിയ രീതിയിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒത്തൊരുമയോട് മുമ്പോട്ട് നീങ്ങാണ്. പഴയ പോലെ അല്ല, BJP സീറ്റ് പിടിക്കും എന്നുള്ള ധാരണ കേരളത്തിൽ ചിലത്തെങ്കിലും ഉറച്ചിട്ടുണ്ട് ജനത്തിന്. മുൻപതില്ലായിരുന്നു. മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP വരില്ല, ഇല്ലെങ്കിൽ BJP ജയിക്കില്ല എന്ന ധാരണയാണെങ്കിൽ ആ ധാരണ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ജനം ഇപ്പൊ രണ്ടും കൽപ്പിച്ചിട്ട് BJP വോട്ട് ചെയ്യുന്ന തലത്തിലേക്ക് ചില ജില്ലകളിൽ ചില മണ്ഡലങ്ങളിൽ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം അതിനെ തകർക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം, അങ്ങനെയാണ് വരുന്നത്. എത്ര നാൾ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിനും മാറി മാറി വോട്ട് ചെയ്ത് ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ട് ചെയ്ത് പോകാൻ പറ്റും. ക്രോസ് വോട്ടിന്റെ ഒക്കെ കാലം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ CPM മഞ്ചേശ്വരത്ത് ബൾക്കായിട്ട് BJPക്ക് എതിരെ വോട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് മഞ്ചേശ്വരത്ത് BJP ജയിക്കാത്തത്. CPM അവിടെ 3-ാം സ്ഥാനത്താണ്. എപ്പോഴും CPM-ന്റെ വോട്ടുകളാണ് ലീഗിന് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതേ വോട്ടർമാർ, ഞാൻ ഒരു ചെറിയ സംശയം ചോദിക്കാം, ഇതേ CPM-ന്റെ വോട്ടർമാരിൽ ഒരു വിഭാഗം മറിച്ച് ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ചിന്തിക്കാമല്ലോ. ഇപ്പോ നമ്മൾ ക്രോസ് ഔട്ട് ചെയ്യണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ അത് അങ്ങനത്തെ ഒരു വിഷയം അവിടെ കിടപ്പുണ്ട്. അവിടുത്തെ ചില പഞ്ചായത്തുകളിൽ ഇത്തവണ UDF-ഉം BJP-യും ഒക്കെ അലയൻസ് ആയിട്ട് നിന്ന് CPM-നെ തോപ്പിച്ചു. CPM-ന്റെ കോട്ടകളായാലും ചില പഞ്ചായത്തുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ അമർഷം പ്രാദേശികമായിട്ട് തന്നെ അവിടുത്തെ CPM-മാർക്കുണ്ട്. അവർ പറയുന്നത് കോൺഗ്രസ് ഇനി ജീവിതത്തിൽ സഹായിക്കത്തില്ല, BJP കയറിക്കോട്ടെ എന്നൊരു നിലപാട് പ്രാദേശികമായി മഞ്ചേശ്വരത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 10,000-20,000 വോട്ടെങ്ങാണ്ടാണ് അവിടെ ഉള്ളത് CPM-ന് ഉള്ളത്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു 7,000 പേരോ ഒരു 10,000 പേരോ മാറി ചിന്തിച്ച കാര്യം മാറി മറിയും. അവിടെ വലിയ വോട്ടൊന്നും വേണ്ട ജയിക്കാനായിട്ട്. വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളൊന്നുമല്ല. 79, 160, 750 ഒക്കെ ഭൂരിപക്ഷമാണ് ഇവിടെ എപ്പോഴും ഉള്ളത്. അതൊക്കെ മാറി മറിയാൻ അധികം സമയമൊന്നും വേണ്ടില്ല. അപ്പം ഈ ക്രോസ് വോട്ടിംഗ് അവിടെ എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ള കാത്തിരുന്ന് കണ്ടുവരും. അതുപോലെ തന്നെ പാലക്കാടും ഈ പാർട്ടി കേഡർ പാർട്ടി പറയുന്നതൊക്കെ P. ശശിയുടെ ഫാക്ടറും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. അപ്പൊ പാർട്ടി പറയുന്നത് പോലെ ക്രോസ് വോട്ടൊന്നും ശോഭാ സുരേന്ദ്രന് തോൽപ്പിക്കാൻ വേണ്ടി അവിടെ ചെയ്യുമെന്ന് തോന്നില്ല. പഴയ ഇത് കെട്ടുറപ്പൊന്നും CPM-ന് ഇല്ല. അവർ പറയുന്നൊന്നും അണികൾ തൊണ്ടോടങ്ങാതെ വിഴുങ്ങത്തുമില്ല. കാരണം ഈ 10 വർഷം കൊണ്ട് ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിച്ച ഒരുപാട് അണികളുണ്ട് ഈ നാട്ടില്. അത് സുഖം അനുഭവിച്ചവരെക്കാളും 100 ഇരട്ടിയാണ് ദുഃഖം അനുഭവിച്ച അണികൾ. അവരൊന്നും അതുകൊണ്ട് കേൾക്കണമെന്നില്ല. തിരുവനന്തപുരത്തും അതൊക്കെ തന്നെയായിരിക്കും സമാന സ്ഥിതി. എങ്ങനെ പോയാലും 4-5 സീറ്റുകൾ, 4 സീറ്റാണ് ഞാൻ മുമ്പോട്ടാണ് പറയുന്നത്, 4-5 സീറ്റുകൾ BJP കിട്ടാനുള്ള സാധ്യതകൾ വളരെ, അത് എത്ര പ്രതിസന്ധി ഉണ്ടായാലും അത് നേടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 95% സാധ്യതകൾ കൂടുതലാണ്.